അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഇടങ്ങേറുകളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചിലപ്പോൾ പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാവാം, ഇല്ലേ? അങ്ങനെ ഉണ്ടാകലില്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യണുണ്ടോ? കാരണം ഞാൻ ചിലപ്പോൾ എഴുതും എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്ര പ്രശ്നങ്ങൾ, എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മളിലേറെ എത്രയോ താഴ്ന്ന ആൾക്കാരുണ്ട്, നമ്മൾ അങ്ങോട്ടാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവരെക്കാട്ടിലും എത്ര മുകളിലാണ്. കാരണം എത്രങ്ങാനും ആൾക്കാരാണ് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നത്, പല രോഗങ്ങളെക്കാൾ. അപ്പം നമുക്ക് ചെറിയ രോഗം വരുമ്പോൾ നമ്മളെന്താ കരുതേണ്ടത്? പഠിച്ചോനെ, ഇനി എനിക്ക് ഇത്ര ചെറുതുള്ളല്ലേ തന്നിട്ട് ഇതിലേറെ നീ പരീക്ഷിക്കപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട് എന്നുള്ള അങ്ങനെ നമ്മൾ കരുതിക്കാണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. അല്ലാതെ നമ്മൾ എന്താ അല്ലാ നീ എനിക്ക് മാത്രം ഇതൊക്കെ തന്നല്ലോ എന്നുള്ള അങ്ങനെ നമ്മൾ കരുതരുത്. ഇനി അതേപോലെ തന്നെ മാതാപിതാക്കളെ സങ്കടപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കുക. ഭാര്യനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കുക. അതേപോലെ ഭർത്താവിനാൽ പ്രയാസപ്പെടുമ്പോൾ ആസിയ ബീബി റളിയല്ലാഹുവിനെ ഓർക്കുക. കാരണം നമ്മളെ ജീവിതമാണ്, നമ്മളെ ലൈഫാണ്. നമ്മൾ പല കാരണത്താൽ ചിലപ്പോൾ പലരെയും കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അതിലൊക്കെ നമ്മൾ ക്ഷമിക്കുക. അതേ നമ്മുടെ വഴിയിൽ മാറുകയുള്ളൂ. നമ്മൾ അങ്ങോട്ടൊന്നും തിരിച്ച് പറയാതിരിക്കുക. രണ്ട് കൈ കൊട്ടുമ്പോഴേ അവിടെ ഒച്ച ഉണ്ടാവുകയുള്ളൂ. ഒരു കൈയേറ്റ് കൊട്ടിയാൽ അവിടെ എന്തെങ്കിലും ഒച്ച ഉണ്ടാവുമോ? ഇല്ല. മക്കളാൽ പ്രയാസപ്പെടുമ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കുക. അപവാദങ്ങളാൽ മനസ്സ് വേദനിക്കുമ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഓർക്കുക. നമ്മളെ കൂടപ്പിറപ്പുകൾ സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കുക. ഇവരെയൊക്കെ തവക്കലും ക്ഷമയും വിജയത്തിൻ്റെ മാർഗമാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പകർത്താൻ പറ്റുന്ന ജീവിത പാഠങ്ങളാണിത്. കാരണം എന്താ വെച്ചാൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ, ഇവരുടെയൊക്കെ ചരിത്രത്തിൽ, കാരണം നമ്മൾ ഓരോ ചരിത്രങ്ങളും നമ്മൾ കേട്ടിക്കണം. അപ്പോൾ ഇവരുടെയൊക്കെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരൊക്കെ എത്രമാത്രം ദുഃഖിച്ചിരിക്കുന്നു, പ്രയാസപ്പെട്ടിരിക്കുന്നു, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കണമെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവരുടെ ചരിത്രത്തിലൂടെയൊക്കെ ഒന്ന് നമ്മൾ കണ്ണ് എത്തിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്തൊരു പ്രയാസം ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക, ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കൈ അവിടെ കൊട്ടുമ്പോഴേ അവിടെ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. ഒരു കൈയേറ്റ് കൊട്ടുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇവരുടെ ചരിത്രം ഞാൻ നല്ലോണം, പക്ഷെ നിങ്ങൾക്ക് അറിയുണ്ടാവും. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ ചരിത്രമായിട്ട് ഞാൻ പറഞ്ഞു തരണ്ട കേട്ടോ. പക്ഷെ നിങ്ങളാരും കമൻറ്റ് ചെയ്യണില്ല നമ്മളെ വീഡിയോക്ക്. ആകെ 2-3 ആൾക്കാർ മാത്രമേ കമൻറ്റ് ചെയ്യണുള്ളൂ. അത് ഡെയിലി കാണുന്നവർ മാത്രമാണ്. അപ്പോൾ എന്തൊരു കമൻറ്റൊക്കെ ചെയ്താൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജീവിതത്തിൽ എല്ലാ ബർക്കത്തും റഹ്മത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളെന്നും എൻ്റെ പ്രാർത്ഥനയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്നത് നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഏക മരുന്നല്ല, ഒരുപാട് ആത്മീയ ടിപ്സുകൾ നമുക്ക് നമ്മളെ പണ്ഡിത മഹത്തുക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. അന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട്, വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് എത്രത്തോളം സ്വലാത്ത് ചൊല്ലാൻ സാധിക്കുന്നുവോ അത്രത്തോളം സ്വലാത്ത് ചൊല്ലുക. ഈ സ്വലാത്ത് ചൊല്ലി നമ്മൾ കളിയാക്കി ചൊല്ലിയാൽ, നമ്മൾ തമാശക്ക് ചൊല്ലിയാൽ, നമ്മൾ വെറുതെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, അങ്ങനെ നമ്മൾ എങ്ങനെ സ്വലാത്ത് ചൊല്ലിയാലും സ്വലാത്തിന് നമുക്ക് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നതാണ്. നേരെ മറിച്ച് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ചൊല്ലിയാലേ നമുക്ക് അതിൻ്റെ
എഫക്റ്റ് ഗുണം നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ സ്വലാത്ത് അങ്ങനല്ല. സ്വലാത്ത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഏത് രീതിയിൽ ചൊല്ലിയാലും സ്വലാത്തിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് ഉദ്ദേശം ഉണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളൊക്കെ മാറണം എന്ന് കരുതിയിരിക്കണമെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കണമെങ്കിൽ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കോളി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടമ്മമാരാണ്. വീട്ടിൽ നമുക്ക് ഒരുപാട് ജോലികളുണ്ടാവും. ആ ജോലി തിരക്കിൽ സ്വലാത്ത് നമ്മളൊരു നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട് ചൊല്ലാൻ തീരുമാനിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബിൽ ലിങ്കൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്രയാണോ സ്വലാത്ത് 1000 10,000 ഒക്കെ നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും. സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. അപ്പോൾ എല്ലാവരും നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തണം. ഇനി എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ഈ ദിവസം വെറുതെ ആരും പാഴാക്കി കളയരുത്. കഴിയുന്നത്രയും സ്വലാത്ത് ചൊല്ലുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.